സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവിന് പണപ്പിരിവ് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. എന്തിനാണ് ഈ കാശ് കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്നാ പ്രയോജനം? ഇതൊക്കെ പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഓരോരുത്തരോട് പറയാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിതിടുന്നത്. പിന്നെ നിങ്ങളോട് ഇനി പറഞ്ഞില്ല എന്ന് പറയുന്നത് സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. എന്നാൽ ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ കുമാർ പറഞ്ഞു. LDF ഗവൺമെൻറ് കേരളത്തിൽ ബാർ ഓപ്പൺ ചെയ്തു തന്നു. അന്ന് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മോശമായൊരു ചർച്ചയുണ്ടാകുന്നത്. 820ഓളം ഹോട്ടലുകളായി ഈ 7 വർഷത്തിനകം. ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് 1 രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടുക്കിയിൽ അനിമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനിമോൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ തുടങ്ങിയിട്ടില്ലെന്നും ശബ്ദരേഖ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. CBI അന്വേഷണം വേണമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരനും പറയുന്നു. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അറിയാം. IT പാർക്കിൻ്റേത് കഴിഞ്ഞ മദ്യനയത്തിലുള്ളതാണ്. അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നു. കേരളത്തിലെ നിലവിലുള്ള 801 ബാറുകളിൽ നിന്ന് 2.5 ലക്ഷം രൂപ വച്ച് പിരിച്ച് 20 കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോൾ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് UDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 1000-ലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും IT മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ മദ്യനയം അടിമുടി തിരുത്തണം. മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ്. അപ്പോൾ ഈ വാർത്തയ്ക്ക് രാഷ്ട്രീയമായ പശ്ചാത്തലമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട്, അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ,
ഇതിനകത്ത് സർക്കാർ നൽകുന്ന വിശദീകരണം, പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, ഇതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആകത്തുക എന്താണ്? ഇതൊരു വെറും ഒരു ദിവസത്തെ വാർത്തയാണോ, അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിൽ ആലോചനകൾ ഉണ്ടായിട്ടുണ്ടോ? നികേഷ്, ഈ ബാർ ഉടമകളുടെ നാളുകളായിട്ടുള്ള ചില ആവശ്യങ്ങൾ, അത് 1-ാം തീയതി ബാറുകൾ അവധി, ഡ്രൈ ഡേ എന്നുള്ളത് ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള കാലങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനായാലും അതോടൊപ്പം തന്നെ ഈ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനായിരുന്നാലും IT പാർക്കുകളിൽ ബാറുകൾ തുടങ്ങാനായാലും സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പുറത്തു വന്ന ഓഡിയോ സംഭാഷണം എന്ന നിലയിലാണ് അതിന് പ്രസക്തിയേറുന്നതും അതിൽ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നതും. പക്ഷേ ആ ശബ്ദ സന്ദേശത്തിൽ ബാറുടമയായിട്ടുള്ള അസോസിയേഷന്റെ നേതാവായിട്ടുള്ള അനിമോൻ ആർക്ക് പണം കൊടുക്കുന്നു എന്നോ ആർക്കാണ് നൽകേണ്ടതെന്നോ കൃത്യമായ ഒരു വിവരണം അതിൽ പറയുന്നില്ല. നേരത്തെ ബിജു രമേശ് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചപ്പോൾ കൃത്യമായി അത് KM മാണിയിലേക്ക് തന്നെ എത്തുന്ന രീതിയിലായിരുന്നു ആരോപണം. അതുകൊണ്ടാണ് ആരോപണം ആ രീതിയിൽ കത്തിപ്പടർന്നതും KM മാണി ഉൾപ്പെടെ മറുപടി പറയാൻ ബാധ്യസ്ഥരായതും. പക്ഷേ അനിമോന്റെ ആരോപണത്തിൽ ആർക്ക് കൊടുക്കുന്നു എന്നോ ഉള്ള കൃത്യമായ വിശദീകരണമില്ല. അത് ഒന്നുകിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ മദ്യനയത്തിൽ സർക്കാർ ഇളവുകൾ വരുത്തുമ്പോൾ പ്രതിഷേധവുമായി വരാൻ രംഗത്തുള്ള ആളുകളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ അവർക്ക് കൊടുക്കാം. അപ്പൊ ഏത് കേന്ദ്രത്തിലേക്കാണ് പണം പോകുന്നത് എന്നുള്ള കൃത്യമായ ആരോപണം ആ വാക്കുകളില്ല.